അമേരിക്കൻ ടാരിഫ് ഉറപ്പായിട്ടും ഗ്ലോബലായിട്ട് ട്രേഡ് 2% താഴ്ന്നു. പക്ഷേ അതിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ് ചൈനയിലുണ്ടായത്. ചൈന പറഞ്ഞു അവർ നേരിടും, അവസാനം വരെ നേരിടും. ഇതൊക്കെയാണ് ചൈന വളരെ വലിയ രീതിയിൽ വായിട്ട് അലച്ചത്. പക്ഷെ അറിയുവാൻ സാധിക്കുന്നത്, അതായത് ഹോങ്കോങ്ങിലാണെങ്കിലും ചൈനയിലാണെങ്കിലും തായ്വാനിലാണെങ്കിലും അതിൻ്റെ പ്രത്യാഘാതം ഭയങ്കര രൂക്ഷമാണ്. അതായത് ഏകദേശം 4ഓളം പ്രധാനപ്പെട്ട പോർട്ടുകളാണ് അമേരിക്കയിലോട്ടും പല വിദേശ രാജ്യങ്ങളിലോട്ടും അവർ എക്സ്പോർട്ട് ചെയ്ത് കണ്ടെയ്നേഴ്സ്. അപ്പം ഇതിനകത്ത് പോർട്ടുകളുടെ സ്ഥിതി എന്ന് പറയുന്നത് അവർക്ക് ഇത്ര പെർസെൻറ്റേജ് ആ കണ്ടെയ്നേഴ്സ് ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉള്ള ഹ്യൂജ് പോർട്ടാണ് ഈ സംഭവങ്ങൾ. എൻ്റെ പ്രധാനപ്പെട്ട 4 പോർട്ടുകൾ. അപ്പോൾ ഈ കണ്ടെയ്നേഴ്സ് പോകുന്നില്ല, ഇത് മുഴുവനും ഈ പോർട്ടിൽ ഇങ്ങനെ അടുക്കി വെച്ചേക്കുക. അപ്പം അതിൻ്റെ പേരിൽ പല ഷിപ്പുകളാണെങ്കിലും അവർ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാതെ 3-4 ഷിപ്പുകൾ ഒരു ഷിപ്പാക്കി മാറ്റി സാധനങ്ങൾ അയക്കുന്നു. പിന്നീട് എന്താണ് ഉണ്ടാകുന്നത്? അടുത്ത സംഭവം, ഷിപ്മെൻറ്റ് പല വെസൽസും അത് ക്യാൻസൽ ചെയ്യുന്നു, പലത് റൂട്ട് മാറ്റി ഓടുന്നു. ഇത് സാറ്റലൈറ്റ് ഇമേജ് വെച്ച് പലരും ഇതിൻ്റെ പല രീതിയിലുള്ള വാർത്തകൾ ചെയ്യുന്നുണ്ട്. അടുത്ത ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, അനൗദ്യോഗികമായിട്ട് ചൈനയിൽ 4ഓളം പോർട്ടുകൾ അടച്ചിട്ടു. കാരണം സാധനങ്ങൾ മൂവ് ചെയ്യുന്നില്ല. കാരണം ഈ ഒരു ഭാഗത്ത് സാധനങ്ങൾ ഉണ്ടാക്കി നേരത്തെ ഓർഡർ കൊടുത്ത് ഇതിൻ്റെ ക്യാൻസലേഷൻ വന്നുകൊണ്ടിരിക്കുക. ഇത് പോർട്ടിൽ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഈ റോഡുകളിലാണ് ഈ കണ്ടെയ്നർ വരുന്ന ലോറികൾ നിൽക്കുകയാണ്. അതിൻ്റെ പേര് ട്രാഫിക് ജാം അതിനേക്കാളും കൂടുന്നു. ചൈനീസ് ഗവൺമെൻറ് ഈ മാനുഫാക്ചേഴ്സിനോടൊക്കെ പറയുന്നത് തൽക്കാലം മാനുഫാക്ചറിങ് നിർത്തിവെക്കുക. കാരണം ഏകദേശം 240ഓളം അമേരിക്കൻ ടാരിഫ് കയറി അടിച്ചിരിക്കുകയാണ് ചൈനീസ് പ്രോഡക്റ്റിൻ്റെ മുകളിൽ. അതായത് ചൈനയിൽ റോഡ് ബ്ലോക്ക്, പോർട്ടുകൾ ഏകദേശം 4ഓളം അനൗദ്യോഗികമായിട്ട് അടച്ചിട്ടു, ഷിപ്പിൻ്റെ വെസൽസിൻ്റെ മൂവ്മെൻറ്റ് മുഴുവനും താറുമാറായി. പല കമ്പനികളും അവരും ഈ പലതിന് ക്യാൻസലേഷൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ ഷിപ്മെൻറ്റ് മുഴുവനും ക്യാൻസൽ ചെയ്യുകയാണ്. അതായത് ഷിപ്പിൻ്റെ മൂവ്മെൻറ്റ്, അമേരിക്കയിലോട്ട് പോകുന്ന ചൈനീസ് കപ്പലുകളുടെ മൂവ്മെൻറ്റുകൾ മുഴുവനും ഡീറെയിൽ ചെയ്തു. ഇത് അപ്പുറത്ത് ലോസ് ഏഞ്ചൽസിലാണ് ഏറ്റവും കൂടുതൽ അവർ അടുക്കുന്നത്. അപ്പം അതിൻ്റെ റിപ്പോർട്ടുകൾ വരുന്നു. അപ്പോൾ അവിടെയും ഈ പറയുന്ന ചൈനയിൽ നിന്ന് ഒരു സാധനങ്ങളുടെ ഷിപ്മെൻ്റ് ഇല്ലാത്തതിൻ്റെ പേരിൽ അവിടെയും വളരെ വേക്കൻ്റ് ആയിട്ടിരിക്കുകയാണ്. കാരണം അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ വരുന്നത്. ഇനി അവിടുത്തെ ബിസിനസ്, അതായത് ഇപ്പോൾ ബാർബി എന്ന് പറയുന്ന ചെറിയ കുട്ടികളുടെ ഉണ്ടാക്കുന്ന പാവകൾ, ഇതിൻ്റെ മുകളിലൊക്കെ ഇത്രയും ടാരിഫ് വന്നു കഴിഞ്ഞപ്പോൾ കമ്പനി എന്തോ ചെയ്യുന്നത്, അവിടെയുള്ള ചൈനീസ് ആൾക്കാർക്ക് ഈ ബാർബികൾ ഫ്രീ ആയിട്ട് കൊടുക്കുക. കാരണം ഇതങ്ങ് പോകണ്ട, ഇതിങ്ങനെ പൈലപ്പ് ഇതിങ്ങനെ കയറി വരുമോ. എന്നിട്ട് മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങൾക്ക് 60-70% ഡിസ്കൗണ്ടിൽ സാധനങ്ങൾ അയക്കുക ആ മാർക്കറ്റ് പിടിക്കാൻ വേണ്ടി. കാരണം ഈ സാധനങ്ങൾ എങ്ങനെയും പോയേ മതിയാവത്തുള്ളൂ. ഡൊമസ്റ്റിക് മാർക്കറ്റിന് ഒരു പരിധി വരെ സാധിക്കത്തുള്ളൂ. കാരണം ഏകദേശം $500 ബില്യൺ എക്സ്പോർട്ടിലാണ് ഈ അമേരിക്കൻ ടാരിഫ്. ഏകദേശം ആദ്യം 35 വന്നു, പിന്നെ 80 വന്നു, 124 വന്നു, ഇപ്പോൾ 240 എവിടെ പോയി നിൽക്കും? സിമ്പിളായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ചൈന ഈ പറയുന്ന പോലെ ക്ലെയിംസ് ഒന്നും നടക്കത്തൊന്നുമില്ല. അവരിപ്പം മലേഷ്യയിൽ പോയി, അവിടുത്തെ പ്രധാനമന്ത്രി അവരെ കണ്ടിട്ട് ചൈനയുമായിട്ട് വ്യാപാരം നടത്താൻ, ചൈന അവരുമായിട്ട് വ്യാപാരം നടത്താൻ ഫ്രീ ട്രേഡിന് തയ്യാറാണ്. കാരണം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇവിടെ തരുന്നു. അതേപോലെ കംബോഡിയ, വിയറ്റ്നാം, ഈ രാജ്യങ്ങളിലൊക്കെ, അതായത് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ പോയി ചൈനീസ് ഗവൺമെൻറ് പോയി തെണ്ടുവാണ് ലിറ്ററലി ഈ സാധനം എടുക്കുക. കാരണം ഇതവിടെ വെക്കാൻ പറ്റത്തില്ല. കാരണം എവിടെ കൊണ്ടിട്ട് വെക്കും, ഇതെവിടെ കൊണ്ടിട്ട് ഡിസ്ട്രോയ് ചെയ്യും. ഇത്രയും ഹ്യൂജ് സാധനങ്ങളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇത് പെട്ടെന്ന് നിർത്താൻ വഴി മുഴുവൻ ഫാക്ടറി ഒറ്റയടിക്ക് അടച്ചു പോകും. ഇതിന് പറ്റിയൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ഹ്യൂജാണ് ഈ സംഭവം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ മനസ്സിലാക്കുന്നത് 15% ചൈനയുടെ എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് 1-2% മൊബൈൽ ഇലക്ട്രോണിക്സ് എല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സാധനം എവിടെ കൊണ്ട് കളയും. ഇതാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. ഇവിടെയാണ് ചൈന പെട്ടിരിക്കുന്നത്. അതായത് പോർട്ടുകളുടെ മൂവ്മെൻറ്റ് പോയി, അവിടെ ചില
താൽക്കാലികമായിട്ട് അടച്ചിടാൻ പറഞ്ഞു. റോഡുകളുടെ ട്രാഫിക് കൂടി. ഈ പറയുന്ന കണ്ടെയ്നേഴ്സ് അവിടെ കൊണ്ടുവെക്കും. അമേരിക്കയിലോട്ടുള്ള ഷിപ്പിൻ്റെ മൂവ്മെൻറ്റിനെ പറ്റി പറയുന്നത് ഒരു മൂവ്മെൻറ്റും ഇല്ല. കാരണം ഇത്രയും ടാക്സ് കൊടുത്ത് ആരവിടെ സാധനം വാങ്ങും? അപ്പോൾ അവിടെ എടുത്ത് അമേരിക്കക്കാരായ ചൈനീൻ ബിസിനസ് ചെയ്യുന്നവർ മുഴുവൻ ക്യാൻസൽ ചെയ്തു അവരുടെ കൺസൈൻമെൻറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അമേരിക്ക ചൈനയ്ക്ക് അടി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്ത സാധനമാണ് ഈ ടാരിഫ്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഓരോന്നും കാണുന്നത്. ഇനി അടുത്തൊന്ന് സംഭവം, ഈ ചൈനയിൽ നിന്ന് ചില സാധനങ്ങൾ മെക്സിക്കോയിൽ വന്നിട്ട് അത് അസംബിൾ ചെയ്തിട്ട് അമേരിക്കയിൽ വരും. അതും അവർ മെക്സിക്കോ പറഞ്ഞു അത് തൽക്കാലം വരണ്ട. അപ്പോൾ മെക്സിക്കോ അമേരിക്കയാണ് ഏറ്റവും വലിയ ട്രേഡ് എന്ന് പറയുന്നത്. ഏകദേശം 600-700 ബില്യൻ്റെ മുകളിൽ പോകുന്നുണ്ട്. അവിടെ പോലും പ്രശ്നമായി. അതേപോലെ തന്നെ ജർമ്മൻ കാറുകൾ, ഇപ്പം ജർമ്മൻ കാറിൻ്റെ പല സാധനങ്ങളും വരുന്നത് ഈ ചൈനയിൽ നിന്നാണ്. ഇതാണ് ഈ പെട്ടുപോയത് ചൈന. അപ്പോൾ അവിടെ വന്ന് സാധനം അവിടെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഇങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നത്. അവിടെ അത് വിട്ടുപോയി. ഇത് എവിടെ കൊണ്ട് കളയും ഈ സാധനമൊക്കെ? ഇവിടെയാണ് ഈ ടാരിഫുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ഗെയിം എന്ന് പറയുന്നത് ജയൻറ്റ് കില്ലർ ഗെയിമാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 എക്കണോമിയാണ് അമേരിക്ക, ചൈന. ഇന്നത്തെ ചൈനയ്ക്ക് നേരത്തെ തന്നെ ട്രംപിൻ്റെ സമയത്ത് അടി കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു. ട്രംപ് 2ാമത്തെ പ്രാവശ്യം കയറി അടി അങ്ങ് കൊടുത്തു. ഈ അടിയാണ് ബേസിക്കലി കിട്ടിയിരിക്കുന്നത്. ഈ സാധനങ്ങളൊക്കെ എവിടെ പോയി കളയും? ഇത് എവിടെയൊക്കെ ആൾക്കാരാരായും മേടിക്കാൻ പോകുന്നത്? അതായത് അവിടുത്തെ പോർട്ടുകളും ഫാക്ടറികളും അടയ്ക്കും. അവിടെ പ്രശ്നം ഉണ്ടാകാൻ ഒന്നാമത് ചൈനീസ് എക്കോണമി ക്രൈസിസിലാണ്. ഇതിനകത്ത് ഒരു കാര്യം മാത്രം ചൈനീസ് ഗവൺമെൻറ്റിന് അനുകൂലമായിട്ട് വന്നു. ജനങ്ങൾ വലിയ എതിരായിരുന്നു. അത് ഈ അമേരിക്കയുടെ ഈ തീരുമാനം കൊണ്ട് ജനങ്ങൾ ചൈനീസ് ഗവൺമെൻറ്റിന് അനുകൂലമായി. പക്ഷേ എക്കോണമി അത് ഡീപ്പായിട്ട് കയറി അങ്ങ് ബാധിച്ചിരിക്കുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട പല റിപ്പോർട്ടുകളും വരുന്നത് ഇത് യഥാർത്ഥ പ്രയോജനം കിട്ടാൻ പോകുന്ന ഇന്ത്യക്ക്. കാരണം ഈ കമ്പനികൾ മുഴുവൻ ഇപ്പോൾ ഇന്ത്യയിലോട്ട് അങ്ങ് ഷിഫ്റ്റ് ചെയ്യും. വിയറ്റ്നാമിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റത്തില്ല, കാരണം അമേരിക്കയായിട്ട് ആ റിലേഷൻഷിപ്പ് അല്ല. അതുകൊണ്ട് ഈ കമ്പനികൾ ഇന്ത്യയിലോട്ട് വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത്. ഗ്ലോബൽ വീക്കിലി, ഇൻ്റർനാഷണൽ വീക്കിലി ഒക്കെ പറയുന്നത്. അതായത് നമ്മൾ ഈ പറയുന്നത് സിമ്പിളാണ്, ഒന്ന് നശിക്കുമ്പോൾ ഒന്നിന് വളമാകുന്നു. ഇതാണ് ചൈനയെ പറ്റിയുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത്. ടാരിഫ് ചൈനയുടെ നടുവൊടിച്ചു ബേസിക്കലി. അവരൊന്നും പറയുന്നില്ല എങ്കിലും ഇതാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്.